നമസ്കാരം. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ 8ന്റെ പണി അറിയാം. ഇങ്ങനെ ചതിക്കല്ലേ സാറുമാരെ? മോട്ടോർ വാഹന വകുപ്പ് മേധാവികളോടാണ് ഈ ഒരു അപേക്ഷ. ഡ്രൈവിംഗ് ടെസ്റ്റിന് 8ന്റെ പേരിൽ വട്ടം ചുറ്റിക്കുന്നത് ശരിയാണോ? രാജ്യത്ത് 8 എടുക്കാൻ ഒരു പൊതുവ്യവസ്ഥ, കേരളത്തിൽ കുറ്റി തെറിപ്പിക്കുന്ന മറ്റൊരു രീതി. MVD സർക്കുലർ പ്രകാരം കാണിച്ചിട്ടുള്ള വണ്ടി 8 എടുക്കുന്നതിനുള്ള 32 അടിയിലല്ല, പിന്നെയോ 24 അടിയിലാണ് ഇവിടെ 8 എടുപ്പ്. പണി കിട്ടുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വെയിൽ കൊള്ളുന്നവർക്കാണ്. തുടരെ കമ്പിയിലിടിച്ച് കളം വിടണം. പണവും സമയവും നഷ്ടം. മോട്ടോർ വാഹന വകുപ്പിന് ആദായം. കുറ്റി തെറിപ്പിച്ചവർക്ക് പിന്നെയും 8 എടുപ്പ് 4-5 വട്ടം. ഇത് അംഗീകരിക്കാനാവില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒളിഞ്ഞിരിക്കുന്ന അപാകതകൾ ഞങ്ങൾ തുറന്നു കാട്ടുകയാണ് മൈഫിൻ TV വാർത്തകളിലൂടെ. അവസാനിപ്പിക്കണം ഈ 8ന്റെ പണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇരുചക്രവാഹന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിൽ അപാകതയെന്ന് ആക്ഷേപം. ഡ്രൈവിംഗ് ടെസ്റ്റിലെ 8 എടുക്കുന്ന ട്രാക്കിന്റെ അളവ് കുറവാണെന്ന ആരോപണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജിവെക്കാൻ ഒരുങ്ങുന്നതായി അഭ്യൂഹം. ട്രംപ് രാജ്യത്തെ ഇന്ന് രാത്രി അഭിസംബോധന ചെയ്യും. ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഇന്ത്യ-US ചർച്ച തുടരുന്നുവെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയുമായുള്ള ബന്ധം ട്രംപ് തകർത്തത് കുടുംബത്തിന് വേണ്ടിയെന്ന ആരോപണവുമായി മുൻ അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ്. ഫാർമ മേഖലയിൽ 200% തീരുവ ചുമത്താൻ ഒരുങ്ങി ട്രംപ്. ലക്ഷ്യമിടുന്നത് ഫാർമ നിക്ഷേപം US-ൽ എത്തിക്കുകയെന്നത്. ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാവുമെന്ന് ജെഫ്രീസ്. ₹1,00,000 കടന്ന് റെക്കോർഡ് ഉയരത്തിൽ സ്വർണ്ണവില. 24 കാരറ്റ് സ്വർണം 10 ഗ്രാമിന് 1.06 ലക്ഷം രൂപയിലെത്തി. വാർത്തകൾ വിശദമായി നോക്കാം. ഓഹരി വിപണിയിലേക്കാണ് ആദ്യം പോകുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 206 പോയിന്റ് ഇടിഞ്ഞ് 80,157-ലും നിഫ്റ്റി 45 പോയിന്റ് ഇടിഞ്ഞ് 24,579-ലും ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓഹരികളിൽ റിലയൻസ്, NTPC, പവർ ഗ്രിഡ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവ നേട്ടമുണ്ടാക്കിയപ്പോൾ ICICI ബാങ്ക്, HDFC ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവ നഷ്ടത്തിൽ അവസാനിച്ചു. സെക്ടർ സൂചികകളിൽ നിഫ്റ്റി, ഓട്ടോ, ഫാർമ, IT ഓഹരികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ FMCG, മെറ്റൽ, പൊതുമേഖലാ ബാങ്കുകൾ, റിയൽറ്റി എന്നിവ നേട്ടത്തിൽ വ്യാപാരം നടത്തി. BSE മിഡ് ക്യാപ് സൂചിക 0.27%, സ്മോൾ ക്യാപ് സൂചിക 0.57% ഉയർന്നു. ലോകം മുഴുവൻ ട്രംപിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കടുത്ത തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിനിടെ ഒരു അഭ്യൂഹം കൂടി പരക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജിവെക്കുന്നതായാണ് ഈ ഒരു വാർത്ത പരക്കുന്നത്. ട്രംപ് രാജ്യത്തെ ഇന്ന് രാത്രി അഭിസംബോധന ചെയ്യും. 79-കാരനായ അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കയാണ് രാജിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ട്രംപ് പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് ദിവസങ്ങളായി. ട്രംപിന്റെ കൈപ്പത്തിയുടെ പുറംഭാഗത്ത് കാണപ്പെടുന്ന ചതവ് പോലുള്ള അടയാളങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. എന്നാൽ ട്രംപ് സോഷ്യൽ മീഡിയയിൽ സജീവമാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് റഷ്യ-ഉക്രൈൻ യുദ്ധം സംബന്ധിച്ച സുപ്രധാന പ്രസ്താവന നടത്താനാണ്. അല്ലെങ്കിൽ സേവന മേഖലയിലോ അല്ലാതെയോ വൻ താരിഫുകൾ പ്രഖ്യാപിക്കാനാകുമെന്നും വിലയിരുത്തലുകളും വരുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ ആരോഗ്യം മികച്ച നിലയിലാണെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. US ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ട്രംപ് ആരോഗ്യവാനാണെന്നും വൈറ്റ് ഹൌസിൽ 4 വർഷം ഭരണകാലയളവ് അദ്ദേഹം പൂർത്തിയാക്കുമെന്നും വാൻസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എന്തായാലും ഇന്ത്യ-അമേരിക്ക ബന്ധം അങ്ങനെയൊന്നും വിട്ടുപോകില്ല എന്നുള്ള സൂചന. ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഇന്ത്യ-US ചർച്ച തുടരുന്നു എന്നാണ് മന്ത്രി പീയൂഷ് ഗോയൽ അറിയിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം ട്രംപ് തകർത്തത് കുടുംബത്തിന് വേണ്ടിയെന്ന ആരോപണവുമായി മുൻ അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് രംഗത്തെത്തി. ഇന്ത്യ-US ചർച്ച നടക്കുന്നുണ്ടെങ്കിലും 6ാം ഘട്ട ചർച്ചയുടെ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് 25% അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് മന്ത്രി പീയൂഷ് ഗോയലിന്റെ പ്രസ്താവന വന്നത്. രാജ്യം വളരെ ശക്തവും ആത്മവിശ്വാസത്തിലുമാണുള്ളത്. പ്രതിവർഷം 6.5% വളർച്ച കൈവരിക്കുന്നുവെന്നും അതിന്റെ വേഗത ഇനിയും ഉയരുമെന്നും ഗോയൽ പറഞ്ഞു. അമേരിക്കയുമായി കാർഷിക വിഷയങ്ങളിൽ അടക്കം തർക്കങ്ങളുണ്ട്. ഇക്കാര്യമായിരിക്കും അടുത്ത ഘട്ട ചർച്ചയുടെ പ്രധാന അജണ്ട.
അതേസമയം ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് നീങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ട്രംപ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് തടസ്സമുണ്ടാക്കുന്നത് കുടുംബത്തിനു വേണ്ടിയാണെന്ന ആരോപണവും പുറത്തുവന്നു. പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബത്തിന് നിക്ഷേപമുള്ള സ്വകാര്യ ക്രിപ്റ്റോ സ്ഥാപനവും തമ്മിൽ ഇടപാടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ പാകിസ്ഥാൻ സേനാ മേധാവി അസിം മുനീറിന്റെ പങ്കും ചർച്ചയായിരുന്നു. ഇതിനായി ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം തകർത്തു എന്നാണ് അമേരിക്കയുടെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ ഒടുവിലത്തെ ഭീഷണി ഇതാണ്. ഫാർമ മേഖലയിൽ 200% തീരുവ ചുമത്താനൊരുങ്ങി ട്രംപ്. ലക്ഷ്യമിടുന്നത് ഫാർമ നിക്ഷേപം US-ൽ എത്തിക്കുക എന്നതാണ്. ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാവുമെന്ന് ജെഫ്രീസിന്റെ വിലയിരുത്തൽ. ഇതുവരെ ഫാർമ മേഖലയെ ട്രംപ് താരിഫിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരുന്നു. എന്നാൽ ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നാണ് മരുന്ന് വില കുറയ്ക്കുമെന്നത്. ഇതിനുള്ള ശ്രമമാണ് 200% താരിഫ് ഭീഷണി എന്നാണ് വിലയിരുത്തലുകൾ. അമേരിക്കയിൽ നിർമ്മിക്കുന്ന മരുന്നുകൾക്ക് തീരുവയില്ല. അതിനാൽ മരുന്ന് കമ്പനികൾ നിക്ഷേപം അമേരിക്കയിലേക്ക് മാറ്റണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. അല്ലാത്തപക്ഷം തീരുവ നൽകണം. അതായത് മരുന്ന് കമ്പനികളിൽ സമ്മർദ്ദം ചെലുത്താനാണ് തീരുവ ഭീഷണി. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കാണ് താരിഫ് ബാധകമാവുക. നേരത്തെ മരുന്നുകൾക്ക് ഇറക്കുമതി തീരുവ US ഒഴിവാക്കിയിരുന്നു. എന്നാൽ അടുത്തിടെ യൂറോപ്പിൽ നിന്നുള്ള ചില മരുന്നുകൾക്ക് 15% തീരുവ ചുമത്തി. ഇന്ത്യക്കും ഈ നീക്കം തിരിച്ചടിയാകുമെന്നാണ് ബ്രോക്കറേജായ ജെഫ്രീസ് ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന മരുന്നുകളുടെ 31% അമേരിക്കയിലേക്കാണ് പോകുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പിടിതരാതെ മുന്നോട്ട് കുതിക്കുകയാണ് സ്വർണം. 1 ലക്ഷം രൂപ കടന്ന് റെക്കോർഡ് ഉയരത്തിൽ സ്വർണ്ണവില എത്തിയിരിക്കുന്നു. 24 ക്യാരറ്റ് സ്വർണം 10 ഗ്രാമിനാണ് 1.06 ലക്ഷം രൂപയിലെത്തിയത്. ആഗോള വിപണിയിലെ കുതിപ്പിന് പിന്നാലെയാണ് രാജ്യത്തും സ്വർണ്ണവില ഉയർന്നത്. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് ഔൺസിന് $3,500 വ്യാപാരം. തുടർച്ചയായ 6ാമത്തെ ദിവസമാണ് രാജ്യാന്തര സ്വർണ്ണവിലയിൽ മുന്നേറ്റമുണ്ടാകുന്നത്. ഡോളർ ദുർബലമായതും US-ൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളുമാണ് സ്വർണത്തിൽ വിലക്കുതിപ്പുണ്ടാക്കുന്നത്. ഫെഡറൽ റിസർവിന്റെ സ്വതന്ത്രാധികാരത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഡോളറിനെ ബാധിക്കുന്നത്. ഇന്ത്യയിൽ 22 ക്യാരറ്റ് സ്വർണം 10 ഗ്രാമിന് 97,250 രൂപയും 18 ക്യാരറ്റ് സ്വർണം 10 ഗ്രാമിന് 79,570 രൂപയുമാണ് വില. അതേസമയം രാജ്യത്ത് സ്വർണം പവന് 80,000 കടക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം $3,500 മറികടന്ന് ഔൺസിന് 3,508.54 പിന്നീട് വില $5 താഴ്ന്നെങ്കിലും മുന്നേറ്റ സാധ്യതയാണ് പ്രവചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റഷ്യയ്ക്കുള്ള എണ്ണ ഉപരോധത്തിൽ തിരിച്ചടിയേറ്റ് നയാര എനർജിക്ക് എണ്ണ നൽകുന്നത് ഇറാഖും സൗദി അറേബ്യയും നിർത്തിവെച്ചു. യൂറോപ്യൻ യൂണിയൻ റഷ്യയ്ക്ക് മേൽ പ്രഖ്യാപിച്ച ഉപരോധമാണ് നയാരയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ നീക്കം. പിന്നാലെയാണ് റഷ്യൻ എണ്ണക്കമ്പനിയായ റോസ്നെഫ്റ്റിനും പങ്കാളികൾക്കും എണ്ണ നൽകുന്നത് ഇറാഖും സൗദി അറേബ്യയും നിർത്തിയത്. റോസ്നെഫ്റ്റിന് 49% ഓഹരി പങ്കാളിത്തമാണ് നയാര എനർജിയിലുള്ളത്. സൗദി ആരംകോ, ഇറാഖിന്റെ പൊതുമേഖലാ എണ്ണക്കമ്പനിയായ സോമോ എന്നിവയാണ് റോസ്നെഫ്റ്റിന് എണ്ണ നൽകുന്നത് നിർത്തിയത്. റോയിറ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കാരണത്താൽ പ്രതിമാസം 20 ലക്ഷം ബാരൽ എണ്ണ ഇറാഖിൽ നിന്നും 10 ലക്ഷം ബാരൽ എണ്ണ സൗദിയിൽ നിന്നും നയാരയ്ക്ക് ലഭിക്കില്ല. നയാരയ്ക്കുള്ള എണ്ണയുമായി ഇറാഖിൽ നിന്ന് അവസാനമായി കപ്പലെത്തിയത് ജൂലൈ 29-നാണ്. ഗുജറാത്തിലെ വദിനാറിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ ഒരു വർഷം 2 കോടി ടൺ എണ്ണയാണ് നയാര സംസ്കരിക്കുന്നത്. കൂടാതെ 6,800 ഇന്ധന റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയും അവർ നടത്തുന്നു. യൂറോപ്യൻ ഉപരോധം വന്നതോടെ നയാര എനർജിക്ക് യൂറോപ്പിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇന്ധനങ്ങളും കയറ്റുമതി ചെയ്യാനും സാധിക്കുന്നില്ല. യൂറോപ്യൻ കമ്പനികളുമായുള്ള അവരുടെ ഇടപാടുകളെയും ഉപരോധം ബാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഓണം പടിവാതിലിൽ എത്തി നിൽക്കെ പുതിയ റെക്കോർഡ് ഇടുകയാണ് സ്വർണം. ഇന്ന് ഗ്രാമിന് 20 രൂപ ഉയർന്ന് 9,725 രൂപയും പവന് 160 രൂപ കൂടി 77,800 രൂപയിലും എത്തി. 18 ക്യാരറ്റ് വിലയും ഉയർന്നു. ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 6,205 രൂപയിലായിരുന്നു വ്യാപാരം. വെള്ളി വിലയിലും മുന്നേറ്റമാണ് ഉള്ളത്. ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 130 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇനി മൈഫിൻ TVയുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലേക്കാണ് കിടക്കുന്നത്. സംസ്ഥാനത്തെ ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിൽ അപാകതയെന്ന് ആക്ഷേപം.
ഡ്രൈവിംഗ് ടെസ്റ്റിലെ 8 എടുക്കുന്നതിലാണ് അപാകത ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് 8ന്റെ ട്രാക്ക് നിജപ്പെടുത്തിയിരിക്കുന്നതിൽ അളവ് കുറവെന്നാണ് ആരോപണം. സംസ്ഥാനത്ത് കാലങ്ങളായി നടന്നുവരുന്ന ഇരുചക്രവാഹന ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ 8 എടുക്കുന്ന ട്രാക്കിന്റെ അളവിലാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ട്രാക്കിന്റെ അളവെടുക്കുന്നത് തെറ്റായ രീതിയിലാണെന്നാണ് ആക്ഷേപം. ഇവിടുത്തെ 8 ട്രാക്ക് മെഷർമെൻറ്റിൻ്റെ എങ്ങനെയാണ് 8 ട്രാക്ക് നടത്തുന്നതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. 32 അടിയിലാണ് ഇവർ കമ്പി കുത്തിക്കൊണ്ട് മെഷർമെൻറ്റ് നടത്തുന്നത്. ഞാൻ ആ ടെസ്റ്റിന് ചെന്നപ്പോൾ ഈ 32 അടിയിൽ വണ്ടി ഓട്ടാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനത് ടെസ്റ്റ് ഫെയിലായി. പിന്നെ എൻ്റെ ഹൈദരാബാദിൽ ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് ഞാൻ ഹൈദരാബാദിൽ പോവുകയും അവിടെ ചെന്ന് എൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്ത് വരികയും ചെയ്തു. അവിടെ ചെന്ന് ഞാൻ RTO ആയിട്ട് സംസാരിക്കുകയും അവരുടെ ടെസ്റ്റ് ഗ്രൗണ്ട് കണ്ടപ്പോൾ അവിടെ നടക്കുന്നത് 32 അടിക്ക് പകരമായിട്ട് 46 അടി, അതായത് 14 മീറ്റർ ഔട്ടർ ഡയമെൻഷൻ വെച്ചുകൊണ്ടാണ് അവർ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ വന്നു ഇവിടുത്തെ സർക്കുലർ RTO ഇവരുടെ സർക്കുലർ എല്ലാവരും സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ എനിക്ക് ബോധ്യപ്പെടുകയും അതിന് ഞാൻ വിവരാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു RTO കൊടുത്തപ്പോൾ അവരും കേരളത്തിലും 14 മീറ്റർ അതായത് 46 അടിയാണ് ഔട്ടർ ഡയമെൻഷൻ എന്ന് പറഞ്ഞ് അംഗീകരിച്ച് എനിക്ക് ഇത് തന്നു, RTO റിപ്ലൈ തന്നു. അതിലും അവർ പറയുന്നുണ്ട് ഈ 32 അടി എന്ന് പറയുന്നത് വെഹിക്കിൾ ട്രാക്കാണ്, വെഹിക്കിളിൻ്റെ ഔട്ടർ ഡയമെൻഷൻ അല്ല. പക്ഷേ ഈ 32 അടി ഇപ്പോഴും കേരളത്തിലെ ഗ്രൗണ്ടുകളിൽ എവിടെ പോയി നോക്കിയാലും നമ്മൾ ടെസ്റ്റ് കാണുന്നത് 32 അടി ഔട്ടർ ഡയമെൻഷൻ വെച്ചുകൊണ്ട് അതിനുള്ളിലൂടെയാണ് വണ്ടി ഓട്ടുന്നത്. ട്രാക്കിന്റെ അളവിലെ ആക്ഷേപത്തെക്കുറിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും കൃത്യമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഏകദേശം നമുക്ക് കിട്ടുന്ന സ്പാനിൻ്റെ 2 മീറ്ററോളം വ്യത്യാസം കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പേർ ഇതിൽ ഫെയിലായി പോകുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഞാൻ ഫെയിലായി എൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്തു. ബട്ട് ഇപ്പം നോക്കൂ, ഒരു വയസ്സായ ഒരാൾ, ഞാൻ അന്ന് ടെസ്റ്റിന് ചെന്നപ്പോൾ കണ്ടതായിരുന്നു, ഒരു വയസ്സായ ഒരാൾ വന്നിട്ട് 4ാമത്തെ ടെസ്റ്റിനാണ് ആൾ വന്നിട്ടുള്ളത്. ആൾ ഫെയിലായി, കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എത്രയോ സ്ത്രീകൾ കണ്ണീരോട് കൂടി അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ കറക്റ്റായ ഒരു നിയമം, കറക്റ്റായ ഒരു ഡയമെൻഷൻ ഒരു ഓൺ പേപ്പറിൽ പറയുന്നുണ്ട് 32 അടി വെഹിക്കിൾ ട്രാക്ക് ആണെന്ന്. എന്തുകൊണ്ട് അത് ഗ്രൗണ്ടിൽ പ്രാക്ടിക്കലായി നടക്കുന്നില്ല? നിയമപരമായി ലഭിക്കേണ്ട അളവിൽ കുറവായതിനാൽ നിരവധി ഉദ്യോഗാർത്ഥികൾ ടെസ്റ്റിൽ പരാജയപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇതിന്റെ ഫലമായി ഉദ്യോഗാർത്ഥികൾക്ക് സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവുമാണ് സംഭവിക്കുന്നത്. മൈഫിൻ TV, കൊച്ചി. സംസ്ഥാനത്തെ കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കുമായി 124.63 കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 75.66 കോടി രൂപ കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും 49.3 കോടി രൂപ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കുമായാണ് അനുവദിച്ചത്. കാരുണ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലൂടെ ഈ തുക സൗജന്യ ചികിത്സ നൽകിയ ആശുപത്രികൾക്ക് വിതരണം ചെയ്തു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലൂടെ നടപ്പിലാക്കി വരുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കായി ലോട്ടറി വകുപ്പ് മുഖേനയാണ് തുക അനുവദിച്ചത്. ഈ തുക പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശുപത്രികൾക്ക് നൽകിയതായും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 വർഷവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള ആരോഗ്യ മൻധൻ പുരസ്കാരം കേരളത്തിനാണ് ലഭിച്ചത്. 5 വർഷം കൊണ്ട് 25.17 ലക്ഷം പേർക്ക് ആകെ 7,708 കോടിയുടെ സൗജന്യ ചികിത്സയാണ് നൽകിയത്. ക്യാപ്സ് വഴി 24.06 ലക്ഷം പേർക്ക് 7,163 കോടിയുടെ സൗജന്യ ചികിത്സയും കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 64,075 പേർക്ക് 544 കോടിയുടെ സൗജന്യ ചികിത്സയും നൽകിയതായും മന്ത്രി പറഞ്ഞു. മൈഫിൻ TV, തിരുവനന്തപുരം. സിൽവർ ജൂബിലി നിറവിൽ ആതിരപ്പള്ളി സിൽവർ സ്റ്റോം അമ്യൂസ്മെന്റ് പാർക്ക് 25ാം വാർഷികം ആഘോഷമാക്കാൻ കേബിൾ കാർ ഉൾപ്പെടെ പുതിയ 25 റൈഡുകൾ കൂടി വാട്ടർ തീം പാർക്കിൽ അവതരിപ്പിക്കുകയാണ്. 8 ഹൈ ത്രില്ലർ വാട്ടർ റൈഡുകളും 7 അഡ്വഞ്ചർ അമ്യൂസ്മെന്റ് റൈഡുകളും കൂടി ഒന്നിച്ച് അവതരിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പാർക്ക് എന്ന ഖ്യാതി ഇതോടെ സിൽവർ സ്റ്റോം സ്വന്തമാക്കും. ബ്ലൂ ടൈഡ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് 2025 കേരളം ആതിഥ്യം വഹിക്കും. സംസ്ഥാന ഫിഷറീസ് വകുപ്പും യൂറോപ്യൻ യൂണിയനും ചേർന്ന് സംഘടിപ്പിക്കുന്ന സമ്മേളനം സെപ്റ്റംബർ 18-19 തീയതികളിൽ കോവളം ദി ലീല റാവേഴ്സിലാണ് നടക്കുക. സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയിലൂടെയുള്ള സുസ്ഥിര വികസനവും നീല സമ്പദ് വ്യവസ്ഥയിലെ പങ്കാളിത്തവും ലക്ഷ്യമിട്ടുള്ള കോൺക്ലേവിൽ
20 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും. നീല സമ്പദ് വ്യവസ്ഥാ മേഖലയിൽ സുസ്ഥിരവും ഫലപ്രദവുമായ മാറ്റങ്ങൾ കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ സഖ്യം രൂപപ്പെടുത്തുന്നതിനായി കേരളത്തിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള നയതന്ത്രജ്ഞർ, നയരൂപീകരണ വ്യവസായ വിദഗ്ധർ, നിക്ഷേപകർ, അക്കാദമീഷ്യന്മാർ എന്നിവരെ സമ്മേളനം ഒരേ വേദിയിലെത്തിക്കും. സാമ്പത്തിക വളർച്ച, പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക തുല്യത എന്നിവ ചേർന്നുള്ള ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പാണ് കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ എക്കോണമി പങ്കാളിത്തം ലക്ഷ്യമിടുന്നത്. യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ഹെർഫ് ഡെൽഫിൻ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫിൻലാൻഡ്, ഫ്രാൻസ്, ഹംഗറി, പോളണ്ട്, സ്ലോവാക്യ, സ്ലൊവേനിയ, സ്വീഡൻ, ഡെൻമാർക്ക്, ബൾഗേറിയ, ഓസ്ട്രിയ, സൈപ്രസ്, മാൾട്ട, സ്പെയിൻ, ഇറ്റലി തുടങ്ങി 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 40-ലധികം പ്രഭാഷകർ, 750-ലധികം പ്രതിനിധികൾ, 15-ലധികം എക്സിബിറ്റേഴ്സ് എന്നിവർ സമ്മേളനത്തിന്റെ ഭാഗമാകും. മൈഫിൻ TV, തിരുവനന്തപുരം. ഇനി ഓണവിപണിയിലേക്ക്. ഓണക്കാലമായതോടെ കേരളത്തിലെ നമ്പർ 1 ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഹോം അപ്ലയൻസസ് ശൃംഖലയായ മൈജി ഫ്യൂച്ചർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് വമ്പൻ ഓഫറുകളാണ്. ഇത്തവണയും ഓണം പ്രമാണിച്ച് മികച്ച വിലക്കുറവാണ് മൈജിയിൽ ഉള്ളത്. തിരുവോണ ദിവസം ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ നമ്പർ 1 ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഹോം അപ്ലയൻസസ് ശൃംഖലയായ മൈജി ഫ്യൂച്ചർ ഇത്തവണയും നമ്മുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഈ ഓണത്തിനും നിരവധി ഓഫറുകളാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞു വരാം. മൈജി ഓണം, മാസ് ഓണം സീസൺ 3 കേരളം കണ്ട ഏറ്റവും വലിയ ഓണം ഷോപ്പിംഗ് സീസണാണ് ഇത്തവണ തുടക്കം കുറിച്ചിരിക്കുന്നത്. 25 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഇത്തവണ ഉപഭോക്താക്കൾക്കായി മൈജി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഓണവിപണിയിൽ മാത്രം 1600 കോടി രൂപ വിറ്റുവരവും 2025 സാമ്പത്തിക വർഷം 5000 കോടിക്ക് മുകളിലുള്ള റെക്കോർഡ് വരുമാനവും ലക്ഷ്യമിട്ടാണ് മൈജി ഇത്തവണ പ്രവർത്തനം ശക്തമാക്കുന്നത്. 25 കാർ, 30 സ്കൂട്ടർ, 30 പേർക്ക് 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസ്, 30 ദമ്പതികൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 30 ഗോൾഡ് കോയിൻ തുടങ്ങിയവയാണ് ഉപഭോക്താക്കൾക്കായി മൈജി ഒരുക്കിയിരിക്കുന്ന ഓണസമ്മാനം. ഇതുവരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മൈജിയുടെ ഓണം ഓഫറാണ് ഈ വർഷം മൈജി ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 25 കോടി രൂപ വിലമതിക്കുന്ന ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് ഈ വർഷം മൈജി നമ്മളുടെ പ്രീമിയം, നമ്മളുടെ എല്ലാ ജെനുവിനായിട്ടുള്ള കസ്റ്റമേഴ്സിനും വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് എടുത്തു പറയേണ്ട നമ്മുടെ ഓഫറാണ് നമ്മളുടെ മൈജി ഓണം, മാസ് ഓണം സീസൺ 3യിലൂടെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഓഫറുകൾ. അതായത് 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻ, 60 കപ്പിൾസിന് ഇൻ്റർനാഷണൽ ട്രിപ്പ്, 1 ലക്ഷം വീതം 30 പേർക്ക്, പിന്നെ ദിവസേന സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് ഈ വർഷം മൈജി ഓണം, മാസ് ഓണം സീസൺ 3യുടെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മൈജി ഒരുക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡിലൂടെ 6% മുതൽ 100% വരെ ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ പോലുള്ള ഉറപ്പായ സമ്മാനങ്ങളും മൈജി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലഭിക്കുന്ന സമ്മാനങ്ങൾ 45 ദിവസത്തിന് ശേഷമായിരിക്കും ഉപഭോക്താവിന്റെ കൈകളിലെത്തുക. അതേസമയം അടുത്ത മാർച്ചിന് മുൻപായി 12 ഷോറൂമുകൾ കൂടി ആരംഭിക്കുന്നതോടെ മൈജിയുടെ ഷോറൂമുകളുടെ എണ്ണം 150-ന് മുകളിലാകും. അതേസമയം മൈജിയുടെ ബ്രാൻഡ് അംബാസിഡറായി മഞ്ജു വാര്യർക്ക് പുറമെ ടൊവിനോ തോമസും ഉണ്ട്. കേട്ടില്ലേ മൈജിയിലെ ഇത്തവണത്തെ ഓണം ഓഫറുകൾ. മറ്റ് ഹോം അപ്ലയൻസസ് ഡിജിറ്റൽ ഗാഡ്ജറ്റ് ശൃംഖലകളെ അപേക്ഷിച്ച് മൈജി ഉപഭോക്താക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് വമ്പൻ ഓഫറുകളാണ് ഇത്തവണ. ക്യാമറാമാൻ ഫെബിൻ അഗസ്റ്റിനോടൊപ്പം റിപ്പോർട്ടർ വീണ സനു, മൈഫിൻ TV, കൊച്ചി. ഓണം പടിവാതിക്കലെത്തിയതോടെ ആഘോഷനാളുകൾക്ക് അരങ്ങൊരുങ്ങുകയാണ്. പൂക്കളത്തോടൊപ്പം ഓണത്തപ്പനും വിപണിയിൽ റെഡിയാണ്. ഓണത്തപ്പനില്ലാതെ മലയാളികൾക്ക് എന്ത് ഓണമല്ലേ? ഇത്തവണത്തെ ഓണം വിപണി കീഴടക്കി ഓണത്തപ്പന് എത്തിയിട്ടുണ്ട്. ഓണത്തപ്പന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ചെളിയുടെ ലഭ്യതക്കുറവ് ഓണത്തപ്പൻ നിർമ്മാണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചതോടെയാണ് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഓണത്തപ്പനും വിപണിയിലെത്തിയത്. അത്തപ്പൂക്കള മത്സരങ്ങൾക്കും ഫ്ളാറ്റുകളിലുള്ളവർക്കും ആർട്ടിഫിഷ്യൽ രീതിയിലുള്ള ഓണത്തപ്പനോടാണ് താല്പര്യം. ഈ പ്രാവശ്യം അതിഗംഭീരമായ ഉത്സവം, എന്തോ ഭയങ്കര ഉത്സവം പോലെയായി. എല്ലാ വർഷത്തേക്കാളും എന്തോ ഗംഭീരമായ ഓണം സെലിബ്രേഷനാണ് എല്ലായിടത്തും നടക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഓണത്തപ്പൻ മറ്റേ കോമ്പറ്റീഷൻ മത്സരത്തിലേക്ക് ഓണത്തപ്പൻ വേണം. അപ്പോൾ അതിന് നാച്ചുറലും ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട്. ഈ കോമ്പറ്റീഷനിലേക്കൊക്കെ വരുമ്പോൾ ചെറിയൊരു
പീസൊക്കെ മതി എന്ന് പറയുമ്പോൾ നമുക്ക് കനം കുറഞ്ഞ ഇത് ഈ മരത്തിൻ്റെ ഓണത്തപ്പം വേണം. ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മണ്ണധികം ഉപയോഗിക്കില്ല. സാധാരണക്കാരന്റെ പോക്കറ്റ് കീറാതെ ആർട്ടിഫിഷ്യൽ ഓണത്തപ്പനെ വാങ്ങാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഓണവിപണിയിൽ കൂടുതലും വിറ്റഴിയുന്നത് ആർട്ടിഫിഷ്യൽ ഓണത്തപ്പനാണ്. പഴമക്കാരാണ് കൂടുതലും ഒറിജിനൽ ഓണത്തപ്പൻ്റെ ആവശ്യക്കാർ. പഴയ കാലങ്ങളിൽ അമ്മമ്മ അപ്പൂപ്പൻ അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഇത് നമ്മൾ മണ്ണിൽ തന്നെയാണ് ഉരുട്ടി ഉണ്ടാക്കുക. പഴമക്കാരെപ്പോഴും അങ്ങനെയാണ് ഞങ്ങളുമൊക്കെ എപ്പോഴും എതിരേക്കുന്നത് അതുപോലെ തന്നെയാണ്. നാച്ചുറൽ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഓണത്തിന് ഓണത്തപ്പനില്ലാതെ ഒരു ആഘോഷം മലയാളികൾക്കില്ല. ക്യാമറമാൻ അജാസ് അഹമ്മദിനോടൊപ്പം വിവേക് കീർത്തി, മൈഫിൻ TV, കൊച്ചി. ഇത്തവണത്തെ ഓണത്തിന് സദ്യ ഒരുക്കി തളരേണ്ട കാര്യമില്ല. നല്ല പരിപ്പും പപ്പടവും സാമ്പാറും അവിയലും അച്ചാറും തോരനുമെല്ലാമുള്ള സദ്യ കുടുംബശ്രീ വീട്ടിലെത്തിക്കും. തിരുവോണ ദിവസം അടുത്തെത്തിയതോടെ എറണാകുളം ജില്ലയിലെ കുടുംബശ്രീക്കാരുടെ ഓണസദ്യ വൻ ഹിറ്റായിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകരുടെ നടുവിലാണ്. ഇത്തവണ ഓണത്തിന് നമ്മൾ സദ്യ ഒരുക്കി ഒന്നും തളരേണ്ട ആവശ്യമില്ല. ഇവർ നമ്മുടെ വീട്ടിലെത്തിച്ചു തരും. അപ്പോൾ ഇത്തവണത്തിന്റെ കുടുംബശ്രീയുടെ ഓണക്കലവറകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. കാളനും ഓലനും പച്ചടിയും കിച്ചടിയും നല്ല സാമ്പാറും ചോറുമൊക്കെയായി ഇത്തവണ സദ്യ ഒരുക്കി ഓണം ആഘോഷിക്കാൻ പോകുന്ന മലയാളികൾക്ക് മുന്നിലേക്കാണ് കുടുംബശ്രീക്കാർ അവരുടെ സമൃദ്ധി ഓണസദ്യയുമായി എത്തുന്നത്. പ്രീമിയം സദ്യക്കാണെങ്കിൽ 150, ഇല സദ്യക്കാണെങ്കിൽ 220 രൂപയുമാണ്. ദിനം പ്രതി നിരവധി ഓർഡറുകളാണ് ഇവരെ തേടിയെത്തുന്നതും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായി ഓണസദ്യ ഓർഡർ ചെയ്യാനുള്ള കുടുംബശ്രീ ജില്ലാ മിഷന്റെ സംരംഭത്തിനാണ് പൊതുജനങ്ങളിൽ നിന്നും മികച്ച പിന്തുണ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 11 മുതലാണ് ഓർഡർ ആരംഭിച്ചത്. നമ്മൾ എല്ലാ വർഷവും ഇപ്പം 4 വർഷം നമ്മൾ സമൃദ്ധി തുടങ്ങിയിട്ട് 4 വർഷമായിട്ട് നമ്മൾ ഓണസദ്യ കൊടുക്കുന്നുണ്ട്. ഓണസദ്യയിൽ നമുക്ക് ഏകദേശം ഓർഡർ അനുസരിച്ച് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര പേർക്ക് വേണമെന്ന് വെച്ചാൽ അത്ര പേർക്ക് നമ്മൾ ഓണസദ്യ കൊടുക്കും. നമ്മൾക്കിപ്പോൾ മിനിമം 150 രൂപ പ്രീമിയം സദ്യ ഉണ്ട്. ഇലസദ്യ നമുക്ക് 220 രൂപ. നമുക്ക് ഡെയിലി ഓർഡർ ഉണ്ട്. 1, 2, 3 അല്ല, 4-5 ഓർഡർ കൂടുതലേ ഉള്ളൂ. 2 തരത്തിലുള്ള പായസം, കാളൻ, ഓലൻ, അവിയൽ, പച്ചടി, തോരൻ, പുളിയിഞ്ചി, ചിപ്സ്, ശർക്കര ഉപ്പേരി തുടങ്ങിയ നിരവധി വിഭവങ്ങളാണ് നമ്മുടെ ഈ സദ്യയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങളുടെ മികവും കൈപുണ്യവും ഒത്തിണങ്ങിയ വിഭവങ്ങളായതിനാൽ സാധാരണക്കാർക്കിടയിൽ വൻ സ്വീകാര്യതയാണ് നിലവിൽ ഈ ഓണസദ്യക്കുള്ളത്. വിഭവങ്ങളുടെ എണ്ണം അനുസരിച്ച് 180 രൂപ മുതൽ 300 രൂപ വരെയുള്ള 4 തരം സദ്യകളും നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്ന സമൃദ്ധി ഓണസദ്യ. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് സദ്യ ഒരുക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബശ്രീക്കാരോട് പറഞ്ഞാൽ മതി, നല്ല ഒന്നാന്തരം സ്വാദിഷ്ടമായ സദ്യ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. ക്യാമറമാൻ ഗോവിന്ദ് KRനോടൊപ്പം റിപ്പോർട്ടർ വീണ സനു, മൈഫിൻ TV, കൊച്ചി. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് വ്യാപാരമേളയുമായി ടൂറിസം വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യാപാരമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എക്സിബിഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നാളെ നിർവഹിക്കും. കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ സൂര്യകാന്തി എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് മേള നടക്കുക. സ്വന്തം ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽപ്പന നടത്താനും ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാളുകൾ ബുക്ക് ചെയ്യാം. ഇതിനായി കനകക്കുന്നിൽ സ്റ്റാൾ ബുക്കിംഗ് ഓഫീസ് തുറന്നിട്ടുണ്ട്. സെപ്റ്റംബർ 3 മുതൽ 9 വരെ പൊതുജനങ്ങൾക്ക് മേള സന്ദർശിക്കാം. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ 3-നാണെങ്കിലും ചില സ്റ്റാളുകൾ നേരത്തെ തന്നെ സജീവമായി. സ്റ്റാർട്ടിങ് വരുന്നത് 50 ആണ്. 50 തൊട്ട് 50% ഓഫർ വരെ വരുന്നുണ്ട്. പിന്നെ പിള്ളേരുടെ ബുക്ക്, അതൊക്കെയാണ് മെയിനായിട്ട് വെറൈറ്റി വരുന്നത്. കൂടുതലും വരുന്നത് വായിക്കാനുള്ള ബുക്സാണ്. അതിൽ ഫാൻറ്റസി, ത്രില്ലർ, അങ്ങനെ പല ടൈപ്പ് ബുക്ക് വരുന്നുണ്ട്. കേരളത്തിന്റെ തനത് രുചിഭേദങ്ങൾ അണിനിരക്കുന്ന ഭക്ഷണശാലകൾ പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണമാണ്. തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, കയർ, കരകൗശല വസ്തുക്കൾ, അക്വേറിയം, അമ്യൂസ്മെന്റ് പാർക്ക്, പൂന്തോട്ടം എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമായുണ്ട്. റിസർവ് ബാങ്ക്, തപാൽ വകുപ്പ്, ശുചിത്വ മിഷൻ തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സ്വകാര്യ സഹകരണ മേഖലകളുടെയും 100-ലേറെ സ്റ്റാളുകൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓണം പ്രമാണിച്ചാണ് നമ്മൾ കുത്താമ്പള്ളിയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് കച്ചവടത്തിന്. അപ്പോൾ 50% റിബേറ്റ് കഴിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തോർത്തുണ്ട്, സെറ്റുമുണ്ട്, സാരികൾ എല്ലാ ഓഫറാണ്. 50% കുറവാണ്. ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. കുത്താമ്പള്ളി, തിരുവല്ലാമല, കൈത്തറയാണ്. ഇത് പിന്നെ ബെഡ്ഷീറ്റുകളുണ്ട്, ഒറ്റമുണ്ടുകളുണ്ട്, തോർത്തുകളുണ്ട്, പിന്നെ സാരികൾ, എല്ലാം ഓഫറുണ്ട്. ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് റിസർവ് ബാങ്ക് പ്രത്യേക സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഫോട്ടോ കോർണറുകൾ, സെൽഫി പോയിന്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയും കൊട്ടാരവളപ്പിൽ കാണാൻ കഴിയും. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കൗതുകമുണർത്തുന്ന ഗെയിം സോണുകൾ,
അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ആഘോഷങ്ങൾ. മൈഫിൻ TV, തിരുവനന്തപുരം. ഓണത്തിന് സംസ്ഥാനത്തെ നാളികേര കർഷകർക്ക് കാർഷിക വാർത്തകൾ. തേങ്ങ വിലയിൽ വീണ്ടും വർധന. കേര കർഷകർക്ക് ആശ്വാസത്തിന്റെ ഓണമാണ്. ഓണത്തിന് സംസ്ഥാനത്തെ നാളികേര കർഷകർക്ക് നേരിയ ആശ്വാസം. തേങ്ങയുടെ വിലയിടിവ് താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്. ഓണക്കാലത്ത് തേങ്ങയുടെ ആവശ്യകത വർദ്ധിച്ചതും വടക്കേ ഇന്ത്യയിലേക്ക് കൂടുതൽ കയറ്റിപ്പോകാനും തുടങ്ങിയതോടെയാണ് വില വർദ്ധിച്ചതെന്ന് വ്യാപാരികൾ പറഞ്ഞു. വില ഉയർന്ന വേളയിൽ കിലോഗ്രാമിന് 70 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഓഗസ്റ്റ് പകുതിയോടെ ഇത് 50 രൂപയിലേക്ക് കൂപ്പുകുത്തി. തേങ്ങയുടെ വില ഉയർന്നതോടെ കൊപ്ര വിലയും കൂടി. നാളികേര വികസന ബോർഡിന്റെ വില പ്രകാരം കൊപ്രയ്ക്ക് കോഴിക്കോട് മാർക്കറ്റിൽ കിലോഗ്രാമിന് 230 രൂപയും കൊച്ചി മാർക്കറ്റിൽ 221 രൂപയുമാണ്. കേരളത്തിൽ ചില്ലറ വിൽപ്പന വില 70 മുതൽ 80 രൂപ വരെ എത്തിയിട്ടുണ്ട്. തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതോടെ ചെറുകിട മില്ലുകളിൽ വെളിച്ചെണ്ണ വിലയും ഉയർന്നു തുടങ്ങി. ലിറ്ററിന് 450 രൂപയാണ് ശരാശരി വില. സപ്ലൈകോയിൽ കേര വെളിച്ചെണ്ണയ്ക്ക് വില 429 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകരുടെ പരാതികൾക്കായി ഏക പോർട്ടൽ വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി. കർഷക പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും മന്ത്രി അറിയിക്കുന്നു. കോൾ സെന്ററുകളിലൂടെയും മറ്റ് പോർട്ടലുകളിലൂടെയും കർഷകരിൽ നിന്ന് ലഭിക്കുന്ന പരാതികളുടെ പരിഹാരം അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ നിർദ്ദേശം. വ്യാജ കാർഷികോൽപ്പന്നങ്ങൾക്കെതിരെ കർശന നടപടി ഉറപ്പാക്കാനും മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. തദ്ദേശീയ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനായി സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വേഗത്തിലും കാര്യക്ഷമമായും പരാതി പരിഹാരം ഉറപ്പാക്കുന്നതിന് നിലവിലുള്ള ഒന്നിലധികം പോർട്ടലുകൾ മാറ്റി പരാതികൾ, നിർദ്ദേശങ്ങൾ, സഹായം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു ഏകീകൃത പോർട്ടൽ വികസിപ്പിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കർഷകർക്ക് സമയബന്ധിതമായ നടപടിയും ആശ്വാസവും ഉറപ്പാക്കാൻ പരാതികൾ വ്യക്തിപരമായി നിരീക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 188, ലാറ്റക്സ് 132, ജാതിക്ക 300, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 200, കാപ്പിക്കുരു 265, കൊക്കോ പരിപ്പ് 340, കുരുമുളക് ഗാർബിൾ 72,200, കുരുമുളക് അൺഗാർബിൾ 70,200, ഏലക്ക 2,400 മുതൽ 2,500 വരെ, വെളിച്ചെണ്ണ 36,800, കൊപ്ര 23,300, ചുക്ക് 22,500. ഇനി പ്രവാസ ലോകത്തേക്ക് പോകാം. ഒമാനിൽ 40-ലധികം തൊഴിൽ മേഖലകളിൽ ഇനി മുതൽ പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമായിരിക്കും. തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് നിലവിൽ വന്നു. നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും പുതുതായി നിയമിതരാകുന്നവർക്കും ജോലി തുടരാനോ പുതിയ വർക്ക് പെർമിറ്റ് നേടാനോ ഇനി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. തൊഴിലാളികളുടെ വൈദഗ്ധ്യവും തൊഴിൽ മൂല്യവും ഉറപ്പാക്കുക, സേവന നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ഊർജ്ജവും ധാതുമേഖലയുമായി ബന്ധപ്പെട്ട ജോലിക്കാർക്ക് സെക്ടർ സ്കിൽ യൂണിറ്റിൽ നിന്നായിരിക്കും ലൈസൻസ് നേടേണ്ടത്. ലോജിസ്റ്റിക് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതായിരിക്കും. അക്കൗണ്ടിംഗ്, ഫിനാൻസ്, ഓഡിറ്റിംഗ് മേഖലയിലെ ജീവനക്കാർക്ക് ഒമാനി അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സുമായി ചേർന്നാണ് ലൈസൻസ് നടത്തുന്നത്. റെഫ്രിജറേറ്റഡ് ട്രക്കുകളും വാട്ടർ ടാങ്കുകളും ട്രെയിലറുകളും മാലിന്യ ഗതാഗത ട്രക്കുകളും ഓടിക്കുന്ന ഡ്രൈവർമാർക്കും ഈ നിയമം ബാധകമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 5,400-ലേറെ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയമാണ് പരിശോധന നടത്തി നടപടിയെടുത്തത്. 2.85 ലക്ഷം ഇടങ്ങളിലായാണ് പരിശോധനകൾ നടന്നത്. തൊഴിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 2.85 ലക്ഷം പരിശോധനകൾ നടത്തിയതിൽ നിന്നാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. ഇതിൽ 405 കമ്പനികൾ സ്വദേശീവൽക്കരണ നിയമം ലംഘിച്ചു. നിയമം ലംഘിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജ സ്വദേശീവൽക്കരണം, ശമ്പളം നൽകാതിരിക്കൽ, വേതനം വൈകിപ്പിക്കൽ, ലൈസൻസിൽ പരാമർശിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തുക, അംഗീകൃത തൊഴിൽ കരാറില്ലാത്ത തൊഴിലാളികളെ നിയമിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തിയ കമ്പനികൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്.
വേതന സുരക്ഷാ പദ്ധതി ഡിജിറ്റലായി നിരീക്ഷിച്ചും കുറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നിരീക്ഷണവും മിന്നൽ പരിശോധനയും തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫീസ് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. നിയമലംഘനത്തിന്റെ തോത് അനുസരിച്ചായിരിക്കും പിഴ നിശ്ചയിക്കുക. കൂടാതെ കമ്പനികൾക്ക് ഉപരോധവും ഏർപ്പെടുത്തും. കമ്പനികൾക്ക് പുതിയ വിസ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നിർത്തിവെക്കും. താഴ്ന്ന ഗ്രേഡിലേക്ക് തരം താഴ്ത്തുകയും ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ഉച്ചജോലിക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. കടുത്ത വേനൽ ചൂട് കണക്കിലെടുത്ത് ഉച്ചസമയത്തെ ജോലിക്ക് 3 മാസത്തെ നിരോധനം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. കുവൈത്തിൽ ജൂൺ മുതൽ പ്രാബല്യത്തിൽ വന്ന ഉച്ചസമയത്തെ പുറത്തുള്ള ജോലി നിരോധനം ഔദ്യോഗികമായി അവസാനിച്ചു. കടുത്ത വേനൽക്കാല ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ ജോലി സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമാണ് 3 മാസത്തെ നിരോധനം നടപ്പിലാക്കിയതെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ സ്ഥിരീകരിച്ചു. തൊഴിലുടമകളിലും തൊഴിലാളികളിലും അവബോധം വളർത്തുന്നതിനായി ഒരു മാധ്യമ ക്യാമ്പയിനൊപ്പം എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനാ സംഘങ്ങൾ പതിവായി ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തിയതായി PAM ഡയറക്ടർ ജനറൽ അറിയിച്ചു. ഇക്കാലയളവിൽ 63 നിയമലംഘന സൈറ്റുകളും വിലക്ക് ലംഘിച്ച 68 തൊഴിലാളികളും അധികൃതർ രേഖപ്പെടുത്തിയപ്പോൾ ഹോട്ട്ലൈൻ സേവനത്തിലൂടെ 37 പൊതു റിപ്പോർട്ടുകൾ ലഭിച്ചു. അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പദ്ധതി സമയപരിധി ലംഘിക്കാതെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനാണ് ഈ തീരുമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് PAM ഡയറക്ടർ ജനറൽ അറിയിച്ചു. നിയമങ്ങൾ പാലിച്ച തൊഴിലുടമകളുടെയും ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കാൻ സഹായിച്ച പൊതുജനങ്ങളുടെയും സഹകരണത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. സെമി കണ്ടക്ടർ വിപ്ലവത്തിനൊരുങ്ങി ഇന്ത്യ. ഇന്ത്യൻ നിർമ്മിത സെമി കണ്ടക്ടർ വിക്രം കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പുറത്തിറക്കി. പ്രധാനമന്ത്രിക്കാണ് ആദ്യ ചിപ്പ് നൽകിയത്. സെമികോൺ ഇന്ത്യ 2025 സമ്മേളനത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച 32-ബിറ്റ് മൈക്രോ പ്രോസസറായ വിക്രം അനാച്ഛാദനം ചെയ്തത്. സെമി കണ്ടക്ടർ ദൗത്യത്തിൽ ഇന്ത്യ നിർണായക കുതിച്ചുചാട്ടം നടത്തി. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് 4 അംഗീകൃത പദ്ധതികളിൽ നിന്നുള്ള ടെസ്റ്റ് ചിപ്പുകൾക്കൊപ്പം പ്രോസസറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയിലെ ചരിത്ര നിമിഷമാണിതെന്ന് അശ്വിനി വൈഷ്ണവ് വിശേഷിപ്പിച്ചു. ISROയുടെ സെമി കണ്ടക്ടർ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത വിക്രം പ്രോസസർ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇറക്കുമതി ചെയ്യുന്ന ചിപ്പുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിലെ ഒരു നാഴികക്കല്ലെന്നാണ് അശ്വിനി വൈഷ്ണവ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ മേഖലയിലെ സ്വയം പര്യാപ്തത ഒരു സാമ്പത്തിക ആവശ്യം മാത്രമല്ല, തന്ത്രപരമായ അനിവാര്യത കൂടിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖലയുടെ പുരോഗതിക്കായി 5 സെമി കണ്ടക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം നിലവിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ ശക്തമായ ആഭ്യന്തര ആവശ്യകതയും ഇലക്ട്രോണിക്സിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയും മന്ത്രി എടുത്തു പറഞ്ഞു. ലോകത്തിലെ ചിപ്പ് ഡിസൈനർ എഞ്ചിനീയർമാരിൽ ഏകദേശം 20% ഇന്ത്യയിലാണെന്ന് ബാസ്റ്റിയൻ റിസർച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് രാജ്യത്തെ ആഗോള സെമി കണ്ടക്ടർ ഡിസൈനിന് ഒഴിച്ചുകൂടാനാവാത്ത ശ്രദ്ധാകേന്ദ്രമായി മാറ്റുന്നു. ക്വാൽകോം, ഇന്റൽ, എൻവിഡിയ, ബ്രോഡ്കോം, മീഡിയാടെക് തുടങ്ങിയ വ്യവസായ ഭീമന്മാർ ബംഗളൂരു, ഹൈദരാബാദ്, നോയിഡ എന്നിവിടങ്ങളിൽ ഇതിനകം തന്നെ വലിയ ഗവേഷണ വികസന ഡിസൈൻ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ആഗോള മൂല്യശൃംഖലയിൽ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനമായ വിറ്റാരയുടെ കയറ്റുമതി ആരംഭിച്ചു. ഗുജറാത്തിൽ നിന്ന് യൂറോപ്പിലേക്കാണ് ആദ്യമായി 2900 ഇലക്ട്രിക് കാറുകൾ കപ്പൽ കയറിയത്. ഗുജറാത്തിലെ പിപാവാവ് തുറമുഖത്ത് നിന്ന് UK, ജർമ്മനി, നോർവേ, ഫ്രാൻസ്, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, നെതർലാൻഡ്സ്, സ്വീഡൻ, ഹംഗറി, ഐസ്ലാൻഡ്, ഓസ്ട്രിയ, ബെൽജിയം എന്നീ 12 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് കാറുകൾ അയച്ചത്. ഈ കയറ്റുമതിയുടെ തുടക്കം ഇന്ത്യയെ വിത്താരയുടെ ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാനുള്ള സുസുക്കിയുടെ ലക്ഷ്യത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഓഗസ്റ്റ് 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ നിർമ്മാണശാലയിൽ നിന്ന് ആദ്യത്തെ വിത്താര ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി മാരുതി സുസുക്കിയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. മാരുതി സുസുക്കിയുടെ ഹൻസൽപൂർ നിർമ്മാണശാലയിൽ മാത്രമാണ് ഈ ബാറ്ററി ഇലക്ട്രിക് മോഡൽ നിർമ്മിക്കുന്നത്. യൂറോപ്പിലേക്ക് വിറ്റാരയുടെ കയറ്റുമതി ആരംഭിച്ചത് അഭിമാനകരവും നിർണായകവുമായ ഒരു നിമിഷമാണെന്ന് മാരുതി സുസുക്കി ഇന്ത്യ MDയും CEOയുമായ ഹിസാഷി ടക്കുച്ചി പ്രസ്താവനയിൽ പറഞ്ഞു. 100-ലധികം രാജ്യങ്ങളിലേക്ക് ഈ മോഡൽ കയറ്റുമതി ചെയ്യാനും ആഭ്യന്തര വിപണിയിലും വിൽക്കാനും കമ്പനിക്ക് പദ്ധതിയുള്ളതായും അദ്ദേഹം അറിയിച്ചു. മാരുതി സുസുക്കി ഇലക്ട്രിക് വാഹനങ്ങൾക്കായി വികസിപ്പിച്ചിട്ടുള്ള ഹാർടെക്ട് പ്ലാറ്റ്ഫോമിലാണ് വിറ്റാര ഒരുങ്ങുന്നത്. 49 കിലോവാട്ട്, 61 കിലോവാട്ട് എന്നീ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ വിറ്റാര വിപണിയിലെത്തും. ഒറ്റത്തവണ ചാർജിൽ 500 കിലോമീറ്ററിലധികം റേഞ്ച് ഉറപ്പാണ്. ഏകദേശം 20 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രാരംഭ വിലയിൽ വിറ്റാര അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹീന്ദ്ര BE6,
ഹുണ്ടായ് ക്രെറ്റ ഇലക്ട്രിക്, MG ZS EV തുടങ്ങിയ മോഡലുകളായിരിക്കും പ്രധാന എതിരാളികൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബുക്കിംഗിൽ റെക്കോർഡുമായി ഷോമിയുടെ രണ്ടാമത്തെ ഇലക്ട്രിക് വാഹനമായ YU7 SUV ലോഞ്ച് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ 2 ലക്ഷത്തിലധികം ഓർഡറുകളാണ് ലഭിച്ചത്. ചൈനീസ് ടെക് കമ്പനിയായ ഷവോമി തങ്ങളുടെ ഓട്ടോമൊബൈൽ വിഭാഗത്തിൽ വൻ മുന്നേറ്റം നടത്തി. 2025 ജൂൺ 26 പുറത്തിറക്കിയ കമ്പനിയുടെ രണ്ടാമത്തെ ഇലക്ട്രിക് വാഹനമായ ഷവോമി YU7 XUV ബുക്കിംഗിൽ റെക്കോർഡ് സൃഷ്ടിച്ചു. വാഹനത്തിന് ലോഞ്ച് ചെയ്ത വെറും 3 മിനിറ്റിനുള്ളിൽ 2 ലക്ഷത്തിലധികം ഓർഡറുകൾ ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ മണിക്കൂറിൽ തന്നെ ഈ കണക്ക് 2.9 ലക്ഷത്തിലെത്തി. ടെസ്ല മോഡൽ YUമായി നേരിട്ടുള്ള മത്സരത്തിലാണ് ഈ SUV കണക്കാക്കപ്പെടുന്നു. കമ്പനിയുടെ ആദ്യത്തെ EV SUV7 സെഡാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഷവോമി YU7ന്റെ രൂപകൽപ്പന. സ്പോർട്ടി, പ്രീമിയം ടച്ച് എന്നിവയുടെ മികച്ച സംയോജനമാണിത്. ഫോണുകളെയും സ്മാർട്ട് ഹോം ഉപകരണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഷവോമി ഹൈപ്പർ OSഉം ഇതിലുണ്ട്. ഷവോമി YU7 3 വേരിയന്റുകളിലാണ് വരുന്നത്. സ്റ്റാൻഡേർഡ്, പ്രോ, മാക്സ് വേരിയന്റുകളുണ്ട്. സ്റ്റാൻഡേർഡ് RWD വേരിയന്റ് റേഞ്ച് 835 കിലോമീറ്ററാണ്. ഷവോമി YU7 മാക്സ് AWD വേരിയന്റ് പരമാവധി വേഗത മണിക്കൂറിൽ 255 കിലോമീറ്ററാണ്. ഇതിന് 800 വോൾട്ട് അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യയുണ്ട്. ഇതുപയോഗിച്ച് 10% മുതൽ 80% വരെ ബാറ്ററി വെറും 12 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 620 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ EVക്ക് സാധിക്കും. ചൈനയിൽ ഷവോമി YU7ന്റെ പ്രാരംഭ വില ഏകദേശം 29.2 ലക്ഷമാണ്. ടെസ്ല മോഡൽ Yയേക്കാൾ വളരെ വില കുറഞ്ഞ മോഡലാണ് ഇത്. അതുകൊണ്ടാണ് കാർ ഇത്രയും വലിയ ബുക്കിംഗ് റെക്കോർഡ് സൃഷ്ടിച്ചത്. 2025 ജൂലൈ മുതൽ ഡെലിവറി ആരംഭിച്ചു. ആദ്യ മാസം തന്നെ കമ്പനി 30,000-ലധികം വാഹനങ്ങൾ ഡെലിവറി ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. വാഹന പുക പരിശോധനാ നിരക്ക് കുറച്ചു. 1 വർഷത്തോളം ഈടാക്കിയ അധിക നിരക്കാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഇടപെടലിൽ കുറച്ചത്. 1 വർഷത്തോളം അധിക നിരക്ക് ഈടാക്കിയിട്ടും പുക പരിശോധനാ സംവിധാനം പരിഷ്കരിക്കാൻ കഴിഞ്ഞില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. BS4, BS6 ശ്രേണിയിലെ ഇരുചക്ര വാഹനങ്ങളുടെ പരിശോധനയ്ക്ക് 100 രൂപ ഈടാക്കിയിരുന്നത് 80 രൂപയായും കാറുകൾക്ക് 130 രൂപ ഈടാക്കിയത് 100 രൂപയുമായിട്ടാണ് കുറച്ചത്. 1 വർഷത്തേക്കാണ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. കേന്ദ്ര നിർദ്ദേശപ്രകാരം ഈ വാഹനങ്ങൾക്ക് ആധുനിക ലാംഡ ടെസ്റ്റ് നടത്തേണ്ടി വരുമെന്നും സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത് അധിക ചെലവിനിടയാക്കുമെന്നുള്ള പുകപരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാരുടെ നിവേദനത്തെ തുടർന്നാണ് 1 വർഷം മുമ്പ് സർക്കാർ നിരക്ക് വർദ്ധിപ്പിച്ചത്. എന്നാൽ ലാംഡ ടെസ്റ്റിന് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ പുകപരിശോധനാ കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. പരിശോധന നിലവാരം ഉയർത്താതെ അധിക നിരക്ക് ഈടാക്കുകയായിരുന്നു. പഴയപടി പരിശോധന നടത്തുകയും 1 വർഷത്തോളം അധിക നിരക്ക് ഈടാക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിരക്ക് കുറയ്ക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയത്. കേന്ദ്ര നിർദ്ദേശപ്രകാരം BS4, പെട്രോൾ, CNG, LPG 4 ചക്ര വാഹനങ്ങൾക്കും എല്ലാത്തരം പെട്രോൾ, CNG, LPG വാഹനങ്ങൾക്കും ലാംഡ പരിശോധന നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിയുക്തി 2025 മെഗാ ജോബ് ഫെയർ സെപ്റ്റംബർ 13 എറണാകുളത്ത് വെച്ച് നടക്കുന്ന ജോബ് ഫെയറിൽ സൗജന്യമായി പങ്കെടുക്കാൻ സർക്കാർ അവസരമൊരുക്കുന്നു. എറണാകുളം, തൃശൂർ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകൾ ഉൾപ്പെട്ട എറണാകുളം മേഖലയിലാണ് ജോബ് ഫെയർ നടക്കുക. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജോബ് ഫെയർ സെപ്റ്റംബർ 13 കുസാറ്റ് ക്യാമ്പസിലാണ് നടക്കുക. SSLC, +2, ഡിഗ്രി, PG, ITI, ഡിപ്ലോമ, BTech, പാരാമെഡിക്കൽ മുതലായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സംസ്ഥാന സർക്കാർ സൗജന്യമായി ഒരുക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് www.privatejobs.employment.kerala.government.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി എറണാകുളം, തൃശൂർ, കോട്ടയം, ഇടുക്കി ജില്ലകളിലുള്ള ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിൽ അപാകതയെന്ന ആക്ഷേപം. ഡ്രൈവിംഗ് ടെസ്റ്റിലെ 8 എടുക്കുന്ന ട്രാക്കിന്റെ അളവ് കുറവാണെന്ന ആരോപണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജിവെക്കാൻ ഒരുങ്ങുന്നതായി അഭ്യൂഹം. ട്രംപ് രാജ്യത്തെ ഇന്ന് രാത്രി അഭിസംബോധന ചെയ്യും. ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഇന്ത്യ-US ചർച്ച തുടരുന്നുവെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയുമായുള്ള ബന്ധം ട്രംപ് തകർത്തത് കുടുംബത്തിനു വേണ്ടിയെന്ന ആരോപണവുമായി മുൻ അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ്. ഫാർമ മേഖലയിൽ 200% തീരുവ ചുമത്താൻ ഒരുങ്ങി ട്രംപ്. ലക്ഷ്യമിടുന്നത് ഫാർമ നിക്ഷേപം US-ൽ എത്തിക്കുക എന്നത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാവുമെന്ന് ജെഫ്രീസ്. ലക്ഷം രൂപ കടന്ന് റെക്കോർഡ് ഉയരത്തിൽ സ്വർണ്ണവില. 24 ക്യാരറ്റ് സ്വർണം 10 ഗ്രാമിന് 1.06 ലക്ഷം രൂപയിലെത്തി.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.